ഇടുക്കിയിൽ CPM-ന്റെ മുഖം സംസ്ഥാന വൈദ്യുതി മന്ത്രി ശ്രീ M. M. മണിയാണ് വ്യൂ പോയിന്റിൽ ഇന്നെൻ്റെ അതിഥി. അഞ്ചേരി ബേബി വധക്കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് M. M. മണി നൽകിയ വിടുതൽ ഹർജി തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയതോടെ ഒരിക്കൽ കൂടി മണിയാശാൻ വിവാദങ്ങളുടെ നടുവിൽപ്പെട്ടിരിക്കുന്നു. മണിയാശാൻ രാജിവെക്കണം എന്ന സമ്മർദ്ദം പ്രതിപക്ഷത്തു നിന്നുണ്ടാകുമ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ പല നിലയ്ക്കും ദുർവ്യാഖ്യാനിക്കപ്പെട്ടു എന്ന പരാതിയും അദ്ദേഹത്തിനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ശ്രീ M. M. മണി വ്യൂ പോയിന്റിൽ എൻ്റെ അതിഥിയാകുന്നത്. സ്വാഗതം. ഔപചാരികതകളില്ലാത്ത വ്യക്തിയാണ് താങ്കൾ. മന്ത്രിയായിരുന്നപ്പോഴും താങ്കൾ പറഞ്ഞു, ഞാൻ മന്ത്രിയല്ല, ആരായാലും പഴയ ആൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട മന്ത്രി താങ്കളെ ശ്രീ M. M. മണി എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കണമോ ഞാൻ, അതോ ഇടുക്കിക്കാരെ പോലെ പ്രിയപ്പെട്ട മണിയാശാൻ എന്ന് പറഞ്ഞ് സംസാരിക്കണം? എങ്ങനെ വിളിച്ചാലും എനിക്ക് വിരോധമില്ല, കുഴപ്പമില്ല. മണിയെന്ന് വിളിച്ചാലും കുഴപ്പമില്ല, മണിയാശാനെന്ന് വിളിച്ചാലും കുഴപ്പമില്ല. മന്ത്രി എന്ന് വിളിക്കാതിരിക്കുക എന്നുള്ളത് അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. എൻ്റെ പേരല്ലേ ശരിയായേ ഉള്ളൂ, സ്ഥിരമുള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്കൊരു ഹൃദയത്തിൽ നിന്നുള്ള ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ആ അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ഞാൻ മണിയാശാൻ എന്ന് വിളിക്കാം. മണിയാശാൻ ഒരിക്കൽ കൂടി വിവാദങ്ങളുടെ നടുവിലായിരിക്കുന്നു. ഇത്തവണ അഞ്ചേരി ബേബി വധക്കേസിൽ വിടുതൽ ഹർജി ആവശ്യപ്പെട്ട് അത് നിരാകരിക്കപ്പെട്ടപ്പോൾ താങ്കൾ രാജിവെക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യമാണ്. എന്താണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടായപ്പോൾ താങ്കൾക്ക് തോന്നിയത്? കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടായപ്പം ആ കോടതി അങ്ങനെ അത് വ്യാഖ്യാനിച്ചു എന്നേ തോന്നിയിട്ടുള്ളൂ. കോടതി ഞങ്ങളുടെ വാദവും ഞങ്ങളുടെ വീക്ഷണ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചില്ല. കോടതി വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിൽ നിഗമനത്തിലെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി എഴുതി എന്നേ ഉള്ളൂ. അതെല്ലാം ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം കോടതി വിധികളെല്ലാം പലതും മാറുകയും മറിയുകയും ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ ഇവിടെ താഴെ കോടതി മുതൽ തൂക്കിക്കൊല്ലാൻ വിളിച്ചു. സുപ്രീം കോടതിയിൽ ചെന്നപ്പോഴത്തേനും മാറ്റി ജീവപര്യന്തമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുപ്രീം കോടതി ശരിയായ നിഗമനത്തിലെത്തിയെന്ന് തന്നെയാണ്. താഴെ കോടതിക്ക് ആ കാര്യത്തിൽ വീക്ഷണത്തിൽ പെശക് വന്നു എന്നല്ലേ അർത്ഥമുള്ളൂ. എന്നാണ് എൻ്റെ ഒരു എളിയ ബുദ്ധിക്ക് തോന്നുന്നതാണ്. ഇതല്ല. ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് ഏതാ? തലശ്ശേരിയിൽ, കണ്ണൂരിൽ എത്ര പേരെയാണ് തൂക്കിക്കൊല്ലാൻ ജില്ലാ കോടതിയും ഹൈക്കോടതിയും വിധിച്ചത്? അവസാനം സുപ്രീം കോടതിയിൽ അപ്പീൽ ചെന്നപ്പം ഒരാളെ ജീവപര്യന്തം ശിക്ഷിച്ചു, ബാക്കിയുള്ളവരെല്ലാം വെറുതെ വിട്ടു. ഇതും നിയമവ്യവസ്ഥയിൽ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഓരോ കോടതിയിൽ ചെല്ലുമ്പം അവിടെ ഇരിക്കുന്ന കോടതിയിലെ ജഡ്ജിമാരുടെ വീക്ഷണവും കാഴ്ചപ്പാടും നിയമത്തെപ്പറ്റിയുള്ള ധാരണയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അവരോരോ നിഗമനത്തിലെത്തും. ചിലത് പെശകും മേൽക്കോടതി തിരുത്തും. അങ്ങനെ ഉടനീളം തിരുത്താനുള്ള സംവിധാനം ഉണ്ടല്ലോ രാജ്യത്ത്. അതുകൊണ്ട് ജില്ലാ കോടതി ഇവിടുത്തെ വിധിയെപ്പറ്റി എനിക്ക് വേചാറൊന്നുമില്ല. ഞാൻ അങ്ങനൊന്നും കാണുന്നില്ല. ഒരു അങ്ങനെ ഇപ്പോൾ ഞാനെങ്ങനെ പറയുന്നത്? പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചെന്ന് ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ എന്നാൽ തീരെ പ്രതീക്ഷിക്കാതെ ഇരുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചെന്നാൽ പ്രോസിക്യൂട്ടർ അയാൾ നാളെ അവധിയിൽ അവിടെ വാദിക്കാൻ പോകുന്ന കാര്യമൊക്കെ ഇന്ന് തന്നെ പത്രത്തിന് കൊടുക്കുമായിരുന്നു. എന്നിട്ട് മനോരമ പത്രത്തിൽ അയാൾ ഉയർത്തുന്ന വാദങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അത് യഥാർത്ഥത്തിൽ അത് അങ്ങ് കോടതി തടഞ്ഞില്ല. 1. 2, കേസ് വിസ്താരമല്ല നടന്നത്. അവധി വെച്ചു. ഹൈക്കോടതിയിൽ നിന്ന് വന്ന വക്കീൽ തന്നെ, ശ്രീകുമാർ തന്നെ പറഞ്ഞതാണ്, താങ്കൾക്ക് തിരക്കുണ്ടെങ്കിൽ വേണമെന്നില്ല, അവധിക്ക് അപേക്ഷ വെച്ചാൽ മതി. കാരണം പ്രതിയെ നേരിട്ട് കണ്ടൊന്നും പറയേണ്ട കാര്യം അവിടെ ഇല്ല. ഞങ്ങൾ കൊടുത്ത പെറ്റീഷൻ്റെ മേലുള്ള വാദമാണ്. പ്രോസിക്യൂഷൻ വാദവും നമ്മുടെ വാദവും. അതിന് ഞങ്ങളവിടെ ഹാജരായില്ലെങ്കിലും ഞങ്ങൾ അവധിക്ക് അപേക്ഷ കൊടുത്താലും പ്രശ്നമില്ല. പ്രോസിക്യൂട്ടർ ഞങ്ങൾ ഹാജരായില്ല എന്നൊക്കെ പറഞ്ഞ് പഴയ ഞാനെങ്ങാണ്ട് പ്രസംഗിച്ചതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഈ കോടതിയിൽ അവതരിപ്പിക്കുകയും അതിനനുസരിച്ച് കോടതി അയാളുടെ വാദം അംഗീകരിക്കുന്ന പോലെ തോന്നി ഞങ്ങൾക്ക്. അപ്പോൾ അത് അത്ര ഒരു ശരിയാണോ എന്ന് എനിക്ക് ഇപ്പോഴും അത് സംബന്ധിച്ച സംശയമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്നാലും ഇങ്ങനൊരു വിധി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് മണിയാശാൻ പറയുന്നത് നിയമം വ്യാഖ്യാനിക്കപ്പെട്ടതിൽ ഉണ്ടായിട്ടുള്ള അത് വരാമല്ലോ, അത് വരാമെന്ന്.
ഇനിയിപ്പം പുതിയ കോടതിയിൽ ചെന്നാലല്ലേ ഇത് ശരിയായിരുന്നോ ഇല്ലയോ എന്ന് തോന്നുള്ളൂ. ഇനിയും പുതിയ കോടതിയിൽ പോകില്ലത്. അപ്പോൾ ഞാനീ പറഞ്ഞ നിയമവ്യവസ്ഥയ്ക്കകത്ത് ഓരോ കോടതിയും കാര്യങ്ങൾ അപഗ്രഥനം ചെയ്യുന്നതിനകത്ത് ചിലപ്പോൾ ശരി തന്നെ ഉണ്ടാവാം, ചിലപ്പോൾ പെശക് വരും, മേൽക്കോടതി തിരുത്തുന്നു വരും, അങ്ങനെ വരും. തെറ്റായ നിലയിൽ വിധി എഴുതിയ അതിൽ വ്യത്യാസമായി ശിക്ഷിച്ചുകൊണ്ട് ഉള്ള ഇടപാടും ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാകാമെന്നത് സ്വാഭാവികമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതെ മണിയാശാൻ, പക്ഷേ ഇക്കാര്യത്തിൽ മണിയാശാൻ ഒരു വിടുതൽ ഹർജി കിട്ടിയില്ല എന്ന് മാത്രമല്ല, അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ജയചന്ദ്രനെയും അതുപോലെ തന്നെ AK ദാമോദരനെയും പ്രതി ചേർക്കുകയും ചെയ്തു. അതൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത ഏർപ്പാടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് അന്വേഷണത്തിൽ ഒഴിവാക്കിയ ആളുകളെയാണ് ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുന്നതും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായിരുന്നാലും ഇനിയിപ്പോൾ മേൽക്കോടതിയിൽ പോവില്ല. അപ്പം പിന്നെ ഇവിടുത്തെ കോടതിയുടെ വിധിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് തോന്നുന്നത്. കോടതി വിധി സംബന്ധിച്ച് മണിയാശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാങ്കേതികമായി ശരിയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ, ഒരു പദവിയിലിരിക്കുന്ന ആളെന്ന നിലയിൽ ധാർമ്മികത അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ഒരു ധാർമ്മികതയില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സ്ഥാനാർത്ഥിയായപ്പോഴത്തെ ധാർമ്മികതയല്ലാതെ, മന്ത്രിയായപ്പം ഉള്ള ധാർമ്മികതയല്ലാതെ, ഈ എൻ്റെ വിടുതൽ ഹർജി തള്ളി എന്നും പറഞ്ഞ് പ്രത്യേക ഒരു ധാർമ്മികത എന്താ? അത് ഉമ്മൻചാണ്ടിക്ക് പറയാവുന്നൊരു റബ്ബർ പോലുള്ള ധാർമ്മികതയാണ്. ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്ത് ധാർമ്മികത? ഞാൻ കുറ്റവാളിയാണെന്ന് ഏതെങ്കിലും കോടതി വിധിച്ചോ? ഇവിടുത്തെ കോടതി വിധിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പെറ്റീഷന് മേൽ വിധിയാണ്. കേസിന് കിടക്കുന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? ആ കേസ് വിസ്താരമെല്ലാം നടക്കും. ആ വിസ്താരം നടന്നിട്ട് ഞാൻ കുറ്റക്കാരനാണ്, അല്ലെ എന്നോടൊപ്പം ഉള്ളവരും കുറ്റക്കാരാണെന്ന് പറഞ്ഞാലേ അത് ധാർമ്മികതയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. അതിലെനിക്ക് മണിയാശൻ്റെ ഒരു പ്രതികരണം വേണം. അതായത് മന്ത്രിയായിരിക്കുന്ന ഒരാൾ ക്രിമിനൽ കേസിൽ വിചാരണ നടപടികൾ നേരിടാൻ പോകുന്നു, അത് എങ്ങനെ ശരിയാകും എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. അതിനോട് കാര്യമില്ല. അത് പ്രതിപക്ഷങ്ങൾ ഒരുമാതിരി എന്നതാണ് അതിന് പറയുന്നത്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭാഷ മാറിപ്പോകും. കാരണം ഞാൻ മന്ത്രിയായപ്പോൾ ഇവർക്ക് ഇതേപ്പറ്റി ബോധം തോന്നിയില്ലല്ലോ. തോന്നിയോ? ഞാൻ സ്ഥാനാർത്ഥിയായപ്പം ഇത് പറഞ്ഞവർ ക്യാമ്പയിൻ നടത്തിയോ, പ്രതിഷേധിച്ചോ, വിമർശിച്ചോ? ഇല്ല. അന്നേരം ഒന്നും പറയാത്ത കാര്യം വെറും സാങ്കേതിക കാര്യം പറഞ്ഞ് രാജിവെക്കണമെന്ന് പറഞ്ഞാൽ മിതമായ ഭാഷ പറഞ്ഞ അങ്ങേയറ്റത്തെ എന്നതാണെന്നാൽ നിങ്ങളങ്ങ് കൂട്ടിച്ചേർത്താൽ മതി. ഞാനതിന് വേറെ പറയുന്നില്ല. ചെന്നിത്തല എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഇത് സംബന്ധിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഇല്ല. ഉമ്മൻചാണ്ടി അതെ, സൂര്യനും അതെ, എല്ലാവരും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. അവരിപ്പം മണിക്കൊരു മാലയൊക്കെ ഇട്ട് മണി തുടരട്ടെ എന്ന് ഇവരാരേലും പറയൂ? അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ ഞാൻ എന്നെ വിഡ്ഢിയാണ് അല്ല. അപ്പം അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പ്രതിപക്ഷമായതുകൊണ്ട് അത് തന്നെ. ഒന്ന് പോരാ, ഉണ്ണിത്താനും കിണ്ണിത്താനും എല്ലാം അടിയിട്ട് പള്ളി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ നിന്ന് കെട്ടിയിറക്കിയിരിക്കുക DCC പ്രസിഡന്റുമാരെ. അതിനെ തുടർന്നുള്ള അടി പ്രശ്നം ആകെ. ആൻ്റണി ഇടപെട്ട് അനുനയത്തിന് നോക്കുക, ഉമ്മൻചാണ്ടി കോപ്പി മാറുക, ഇങ്ങനെ ആകെ പ്രശ്നമായി മുരളീധരൻ ഇവിടെ പ്രതിപക്ഷ പ്രവർത്തനമില്ലെന്നും പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയിൽ അതിൽ നിന്ന് ഊരിക്കിടക്കാൻ ഈ പാവം MM മണിയുടെ മെക്കിട്ട് കയറി ആകട്ടെ എന്ന് വെച്ചാലും എനിക്ക് അവരോട് പരിതാപവും സഹതാപവും മാത്രമാണ്. ഇതൊന്നും പറയാനുള്ള യോഗ്യത കോൺഗ്രസിനില്ല, കോൺഗ്രസ് നേതൃത്വത്തിനില്ല, ഉമ്മൻചാണ്ടിക്കില്ല, ചെന്നിത്തലയ്ക്കില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഒരു കോൺഗ്രസ്സുകാരനും ഇല്ലെന്നാണ് MM മണി എന്ന് പറയുന്ന എൻ്റെ വിശ്വാസത. കാരണം ഇവർ അങ്ങനെയുള്ള ചെറ്റത്തരം തന്നെ ചെയ്യുന്നവരാണ്. അത് ഉമ്മൻചാണ്ടിയെ ബാംഗ്ലൂർ കോടതി ശിക്ഷിച്ചല്ലോ, അങ്ങനെ രാജിവെച്ചോ? വലിയ ധാർമ്മികത മഹാത്മാഗാന്ധിയുടെ ആളല്ലേ പുള്ളി. രാജിവെക്കണമായിരുന്നല്ലോ, രാജിവെച്ചില്ല. ഇവിടെ എത്ര പേര് വിജിലൻസ് കേസ് പ്രതിയായി, എന്നിട്ട് മന്ത്രിസ്ഥാനം പോലും രാജിവെച്ചില്ല. എന്താ വിജിലൻസ് കേസ്? അത് കൊലക്കേസല്ല. ഈ പറയുന്ന കൊലക്കേസ് അവിടെ പണ്ടോ നടന്ന ഒരു സംഭവത്തെ തുടർന്നുള്ള കേസ്. ഇതെന്നാന്നറിയോ? പൊതുമുതൽ കട്ടേണ്ട കേസാണ് വിജിലൻസ് കേസ്. എത്ര പേരുടെ പേര് കേസുണ്ട്? ഇനി എത്ര പേരുടെ പേര് കേസുണ്ട്? ആരെങ്കിലും രാജിവെച്ചോ? ഈ ധാർമ്മികത എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി ഈ കൂട്ടരുടെ ധാർമ്മികത വലിച്ചാൽ നീളുന്നതും വിട്ടാൽ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുന്നതും പോലുള്ള റബ്ബർ പോലുള്ള ഒരു സൈസ് ധാർമ്മികതയല്ലാതെ എന്ത് ധാർമ്മികതയായി ഇവർക്കുള്ളത്? മണിയാശൻ, ഈ ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരാൾ പദവി തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ പാടില്ല എന്ന പാർട്ടി നയത്തിന് വിരുദ്ധമാണ്. പാർട്ടി അങ്ങനെ നയമൊന്നുമില്ല, അതും തെറ്റാ. ക്രിമിനൽ കേസ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലോ
ക്രിമിനൽ കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ വേണ്ട എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏത് ഭരണഘടനയിലുള്ളത് നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കേ. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാ. 55 വർഷമായി ഇതിൻ്റെ പുറകെ സിന്ദാബാദ് വിളി തുടങ്ങി. ഒരു 51-52 വർഷത്തോളമായി കാണും ഇപ്പോൾ പാർട്ടി അംഗമായിട്ട്. 51 വർഷം കഴിഞ്ഞു അല്ലേ. എനിക്ക് പാർട്ടി ഭരണഘടനയിൽ എനിക്കറിയത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെ കോൺഗ്രസ് വേട്ടയാടും, കള്ളക്കേസിൽ കുരുക്കും, എത്രയോ സംഭവങ്ങളുണ്ട്, എത്രയോ പേരെ ഞങ്ങളെ കൊന്നുകളഞ്ഞിരിക്കുന്നു ഇവർ. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഭരണഘടനയിൽ ക്രിമിനൽ കേസ് പ്രതിയായാൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനം വഹിക്കരുതെന്ന് എവിടെ എഴുതി വെച്ച്, ഏത് പാർട്ടി ഭരണഘടനയിൽ എഴുതി വെച്ചെന്നാൽ ചുമ്മാ ആരാണ്ട് ചപ്പുന്നതല്ലേ പത്രക്കാർ. മനോരമയും മാതൃഭൂമിയും അവരെല്ലാം ചപ്പലല്ലാണ്ട് വേറെന്താ? ഏത് ഭരണഘടന എവിടെ എഴുതി വെച്ചിരിക്കുന്നു ഒന്ന് പറ എന്നാൽ ഞാൻ അംഗീകരിക്കുക. അങ്ങനെ പാർട്ടി ഭരണഘടനയില്ല. ഒന്ന്, കമ്മ്യൂണിസ്റ്റുകാരെ എന്നും ഇവർ പ്രതിയാകുകയും വേട്ടയാടുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പച്ചയ്ക്ക് തല്ലി കൊന്നിട്ടുണ്ടല്ലോ. ഇവിടെ കൃഷ്ണപിള്ളയെ തല്ലി കൊന്നതല്ലേ ഇവർ? അതെ, എത്ര പേരെ ഞങ്ങളുടെ ആളുകളെ കൊന്നിരിക്കുന്നു രാജ്യത്ത്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ. ബ്രിട്ടീഷുകാർ കൊന്നു, കോൺഗ്രസ് നേതാക്കന്മാർ കൊന്നു, മോഡിയുടെ ആളുകൾ RSSകാരും കൊന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതെല്ലാം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ കള്ളക്കേസിൽ കുരുക്കിയിട്ടുണ്ട്. ഞാൻ പറയാം, ഈ കേസ് എന്നുണ്ടായി എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അഞ്ചേരി ബീവിയെ കൊന്നത്, ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല. മനസ്സിലായില്ലേ? 1982 നടന്ന സംഭവം അന്ന് കൃത്യമായി ആളുകളെ പ്രതിയാക്കി കേസെടുത്തിരുന്നു കരുണാകരൻ്റെ ഗവൺമെൻറ്. വയലാർ രവിയായിരുന്നു ആഭ്യന്തരമന്ത്രി. രവിയും കരുണാകരനും കൂടി പോലീസിനെ ഉപയോഗിച്ച് ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ അവിടെ മത്തായി എന്ന് പറയുന്ന SI ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം അവിടെ തകർക്കാൻ നോക്കിയപ്പം അതിന് അന്നത്തെ കാലത്ത് അവിടെ അതിന് നേതൃത്വം കൊടുത്തിരുന്ന മോഹൻദാസ് അടക്കമുള്ളവർ തിരിച്ചടിച്ചതാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അന്ന് ആ മോഹൻദാസ് അടക്കം ആ കേസ് പ്രതിയാണ്. 8 പ്രതിയോ 9 പ്രതിയോ ആയിരുന്നു. 9 പ്രതികളാണ്. ആ പ്രതിയായിരുന്നു. ആ കേസ് വിട്ടുപോയതാണ്. ജില്ലാ കോടതി വിട്ടു, തൊടുപുഴ കോടതി അപ്പീൽ കൊടുത്തു, ഗവൺമെൻറ് ജില്ലാ ഹൈക്കോടതിയും വിട്ടു. ആ കോടതി വിധിയിലെല്ലാം പറഞ്ഞത് ഗൂഢാലോചനയും മറ്റു കാര്യമൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെ വിധിയിലുമുണ്ട്. അതാണ് ആ കേസാണ്. ആ കേസിലെ 2ാം പ്രതിയുടെ മൊഴി വെച്ചാണ് എൻ്റെ പേര് ഇപ്പം കേസെടുത്തിരിക്കുന്നത്. ഏത് നിയമം അനുസരിച്ചാണ്? അല്ല മണിയാശാൻ, ഈ 2012 മെയ് 25 തൊടുപുഴയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ മണിയാശാൻ ഇപ്പോൾ ഒരു ഖേദമുണ്ടോ? എനിക്കൊരു ഖേദവുമില്ല. എന്ത് ഖേദം? ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാണ്ട് ഞാൻ ആരെങ്കിലും കൊന്നെന്ന് പറഞ്ഞു? അത് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ ആരെയും കൊന്നെന്നൊന്നും പറഞ്ഞില്ല. അയാൾ പഴയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയൊന്നും അയാൾ പറയേണ്ടിയിരുന്നില്ല. അതിനയാളുടെ പേര് കേസുണ്ടല്ലോ എന്നാണ് ഡിവിഷൻ ബെഞ്ച് തോട്ടത്തിൽ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട തോട്ടത്തിൽ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. കൊലക്കേസ് അതെടുക്കാൻ നിൽക്കത്തില്ല. എന്നെ 4 കൊലക്കേസിൽ പെടുത്താനാണ് ഉമ്മൻചാണ്ടിയും ഈ വലിയ വാദം പറയുന്നുണ്ടല്ലോ. ഇത് മഹാത്മാഗാന്ധിയുടെ അനുയായികൾ എന്ന് പറയുന്നവന്മാർ. അല്ല, അങ്ങനെയാണെങ്കിൽ UDF വെച്ച ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തുകൊണ്ടാണ് അത് മാറ്റേണ്ടത്? അത് ഞങ്ങൾ കാണത്തുള്ളതുകൊണ്ട്, അന്തസ്സുള്ളതുകൊണ്ട്, എന്തുകൊണ്ട് മര്യാദയുള്ളതുകൊണ്ട്. ഞങ്ങൾ ഇവനെ മാറ്റിയിട്ട് പിന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പ്രോസിക്യൂട്ടറെ മാറ്റി. വേണ്ട, പ്രോസിക്യൂട്ടറെ വെച്ച് തന്നെ ഈ കേസ് നേരിടുക എന്നാണ് ഞങ്ങൾ സ്വീകരിച്ചത്. രാഷ്ട്രീയമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ്. ഇടയ്ക്ക് VS ഒരു കത്തയച്ചു. മണിയാശാൻ അല്ല, ഞാൻ പറയാം, അല്ല അതല്ല ആ വിഷയമല്ല ഞാൻ പറയുന്നത്. മണിയാശാന് അങ്ങനെ VS ഒരു കത്തയച്ചു, മണിയാശാനെ മാറ്റണമെന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ആ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണവും ഉണ്ടായില്ല. പിന്നീട് സീതാറാം യെച്ചൂരി വിശദീകരിച്ചു, അങ്ങനെ ഒരു കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ മണിയാശാൻ ചില പ്രതികരണങ്ങൾ നടത്തിയെന്നും VS ആയിരുന്നല്ലോ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത്. അത് ആ ചാനലുകാരൻ ആ ചാനലുകാരൻ എന്നെ ചുമ്മാ മനഃപൂർവ്വം ഒരു കഥയുണ്ടാക്കാൻ വേണ്ടി, അന്ന് സെക്രട്ടറി ആരായിരുന്നു? VS ആയിരുന്നെന്ന് അയക്കും അറിയാം, എനിക്കും അറിയാം. VS ആയിരുന്നു. അപ്പം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്തടത്തേക്ക് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? എനിക്ക് അന്തസ്സും മര്യാദയും ഉള്ള ആളാണ് എന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് പുള്ളി VS അന്ന് ഇതാണ്, പുള്ളി അതിന് ഉത്തരവാദിയാണെന്നും കൂടെ പറയിപ്പിക്കാനാണ് ഈ ചാനലുകാരൻ എന്നോട് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനോട് ഇങ്ങനെ പ്രതികരിച്ചതാണ്. അതിനകത്ത് എൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗം മാറ്റിയിട്ട് പുള്ളി വെച്ച് കിട്ടി. മാതൃഭൂമിയായപ്പോൾ എനിക്ക് അത്ഭുതവും ഇല്ല. കാരണം മാതൃഭൂമി അങ്ങനെയാണല്ലോ, പത്രവും അങ്ങനെ, ചാനലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഇവർ മനോരമയാണെങ്കിലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. മണിയാശാൻ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ മണിയാശാൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞു? എങ്ങനെ? VS ഇങ്ങനെ ഒരു കത്ത് കൊടുത്തു എന്നൊരു വാർത്ത വന്നപ്പോൾ ഞാനത് വിശ്വസിക്കുന്നത് എനിക്കറിയില്ലല്ലോ. അറിയാൻ മേലാത്ത കാര്യം എങ്ങനെ വിശ്വസിക്കുന്നു? പിന്നെ
അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഇല്ലെന്ന് വ്യക്തമായില്ലേ? അപ്പോൾ അതും എനിക്ക് തോന്നുന്നത് ഇവർ ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് ചാനലുകാരന്മാർ. അത് ഭൂമിക്കാരൻ്റെ സൃഷ്ടിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുക. കാരണം യെച്ചൂരിക്ക് കിട്ടിയില്ല, സീതാറാം യെച്ചൂരിക്ക് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് അതായത് മണിയാശൻ വിചാരിക്കുന്നില്ല VS ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കും, അങ്ങനെയല്ലേ ഈ പറഞ്ഞതിലാണ്? ഞാൻ കേൾക്കുന്നില്ല. കാരണം എന്നെ സംസ്ഥാന കമ്മിറ്റി മന്ത്രിയായി തീരുമാനിക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ VS ഉണ്ട്. VSന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, VS പറഞ്ഞു തരും. അങ്ങനെയാണ് ഞങ്ങളുടെ സമ്പ്രദായം. VS അന്നേരം ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് VS അങ്ങനെ കത്തെഴുതിയോന്ന് ഇനിയിപ്പോൾ അതിനെ എഴുതിയെന്നില്ല അങ്ങനെ പറയട്ടെന്ന്. എന്തിനാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്തടത്തേക്ക് കയറി പോകുന്നത്? അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളൂ എനിക്ക് അവിടെ ഇവിടെ മണക്കാട് നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ചരിത്രം വിശദീകരിച്ചതല്ലാതെ ഞാൻ ആരെയും കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് കോടതി പിന്നെ ഡിവിഷൻ ബെഞ്ച് തന്നെ എൻ്റെ പ്രസംഗം പരിശോധിച്ചിട്ട് നിഗമനത്തിലെത്തുകയും ബാലു കേസിൽ എന്നെ പ്രതിയാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്നപ്പം ആ വാദം തള്ളുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അതിൻ്റെ മേൽ അപ്പീൽ കൊടുത്തു സുപ്രീം കോടതിയിൽ. അപ്പീലും തള്ളി. സുപ്രീം കോടതിയുടെ വിധിയും ആ കാര്യത്തിൽ എനിക്ക് അനുകൂലമായി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജില്ലാ കോടതിയിൽ വിടുതൽ ഹർജി കൊടുക്കാൻ കാരണം. അതാണ് മണിയേശൻ, നമ്മൾ ഈ സംഭാഷണം തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ മന്ത്രി എന്ന് തന്നെ വിളിക്കേണ്ട, കാരണം അതൊരു താൽക്കാലിക പദവിയാണെന്ന്. ഇവിടെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെട്ടത് മണിയാശൻ്റെ മന്ത്രി പദവിക്ക് കസേരയ്ക്ക് ഇളക്കം തട്ടുമോ എന്നുള്ളതായിരുന്നു. ആ തരത്തിലൊരു ആശങ്ക താങ്കൾക്ക് സ്വയം ഉണ്ടായിരുന്നു? എനിക്കില്ലായിരുന്നു. എനിക്ക് ഞങ്ങളുടെ സമ്പ്രദായങ്ങളെപ്പറ്റി എനിക്കറിയാമല്ലോ. ഞാൻ ഈ പാർട്ടിക്കകത്തല്ലേ പ്രവർത്തിക്കുന്നത്. നിരവധി തവണ ഇങ്ങനെയൊന്നുമില്ല. ഒന്ന് ക്രിമിനൽ പ്രതിയായതുകൊണ്ട് സ്ഥാനങ്ങളിലൊന്നും വഹിക്കാൻ പാടില്ല എന്ന് പാർട്ടിയുടെ ഒരു ഭരണഘടനയിലുമില്ല. പാർട്ടിക്ക് അങ്ങനെ കാഴ്ചപ്പാടുമില്ല. ഉള്ളതായി എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ കേസ് പ്രതിയായിട്ടുണ്ട്. പിണറായി സഖാവ് പ്രതിയായിട്ടില്ലേ? VS പ്രതിയായിട്ടില്ലേ? EMS പ്രതിയായിട്ടില്ലേ? ഇപ്പം മന്ത്രിസഭയിൽ ഇരിക്കുന്നവർ പലരും പ്രതിയായിട്ടില്ലേ? മണിയാശന് പക്ഷേ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്യപ്പെട്ട പശ്ചാത്തലം എന്തായിരുന്നു അപ്പോൾ? അത് ഈ കേസിനെ തുടർന്നാണ്. അത് വേറെ പൊളിറ്റിക്കലായ കാര്യമാണ്. ഒന്ന്, ചന്ദ്രശേഖരൻ വധം പാർട്ടി ചെയ്തു എന്ന നിലയിൽ പാർട്ടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മണക്കാട് പ്രസംഗം പാർട്ടിക്ക് രാഷ്ട്രീയമായി ദോഷം ചെയ്തു എന്ന നിഗമനത്തിലെത്തിയാണ് എന്നെ നടപടിയെടുത്തത്. ആ നടപടി പാർട്ടി തിരുത്തുകയും ചെയ്തു. പിന്നെ തിരിച്ചെടുത്തില്ലേ? സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, എന്നെ തിരിച്ചെടുത്തു. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തന്നെ എടുത്തു. മാത്രമല്ല സമ്മേളനം കഴിഞ്ഞപ്പം എന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പെടുത്തുകയും ചെയ്തു. അതൊന്നും നിസ്സാര കാര്യമല്ല. പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതിയാകാൻ യോഗ്യനല്ല, ഞാനാകേണ്ട ആളുമല്ല. കാരണം ഈ കേസ് അടക്കം, ഒന്ന് അഞ്ചേരി ബേബി കേസ്, മുള്ളഞ്ചിറ മത്തായി കേസ്, നാണപ്പൻ കേസ്, ബാലു കേസ്, ഈ കേസുകളെല്ലാം പണ്ട് നടന്നതാണ്. ബാലു കേസ് മാത്രമാണ് ഒരു പുതിയ സംഭവം എന്ന നിലയിൽ പറയാവുന്നത്. ആ കേസും കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി വെറുതെ വിട്ടുപോയ പ്രതികളെ ആ കേസിൽ എണ്ണപ്പെടുത്താനാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ശ്രമിച്ചത്. മണക്കാട് ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമായി ഉപയോഗിച്ച് എന്നെ ഘടകസ്ഥം ചെയ്യുക എന്നായിരുന്നു ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PT തോമസും ചിന്തിച്ചത്. എന്നെ കേസിൽ പ്രതിയാക്കി നാട് കടത്തി എനിക്കിവിടെ നിൽക്കാൻ മേലാതെ വന്നപ്പോൾ ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്ന് പ്രസംഗിച്ചു. ഇവിടെ ഒരു ശല്യം ഉണ്ടായിരുന്നു. ഞാൻ ആ ശല്യം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഈ തൊടുവിടെ പ്രസംഗിച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ലക്ഷ്യം എന്താണെന്നറിയാം. അവിടെ ലക്ഷ്യം അങ്ങനെ ആവാൻ കാരണം ഉണ്ട്. കോൺഗ്രസ്സിനിവിടെ അസ്തിത്വം ഇല്ലല്ലോ. അവരുടെ പാർലമെൻറ്റ് സീറ്റ് പോയി. കോൺഗ്രസ് 3 സീറ്റിൽ മത്സരിച്ചു, 3 തോറ്റു, 3 LDF ആണ് ജയിച്ചത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അടുത്ത പാർലമെൻറ്റ് സീറ്റിലും കോൺഗ്രസ് ഇവിടെ പച്ചതപ്പുവെന്ന് ആരും സ്വപ്നം കാണുന്നുണ്ട്. അതിൻ്റെ ഗ്യാരണ്ടി ഞാൻ തന്നെയായിരിക്കും, ഉറപ്പാണ്. എനിക്ക് വ്യക്തമായി പറയാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കോൺഗ്രസിനെ ഇവിടെ ഞങ്ങൾ ദുർബലപ്പെടുത്തി. അത് ഒരു പ്രശ്നമാണ് അവർക്ക്. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒന്ന് ഞാനും പിന്നെ ജയചന്ദ്രനും ഇങ്ങനെയുള്ളവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങളെ രാഷ്ട്രീയമായി വകവരുത്തണം എന്ന ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കള്ളക്കേസുകളിലെല്ലാം എന്നെ പ്രതിയാക്കിയതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൂ, ഈ അഞ്ചേരി ബേബി കേസ് എന്ന് പറയുന്നത് 34 വർഷം മുമ്പ് നടന്ന സംഭവമാണ്.
അന്ന് വയലാരവി ആഭ്യന്തരമന്ത്രി, കരുണാകരൻ മുഖ്യമന്ത്രി കേസെടുത്തതാണ്. ആ കേസ് വിട്ടുപോയതാണ്. മുള്ളഞ്ചിറ മത്തായി കേസും 82 തന്നെ നടന്നതാണ്. 34 വർഷം മുമ്പ് നടന്നതാണ്. 16 പേരുടെ പേര് കേസുണ്ട്. 16 പേരുടെ, അത് പിന്നീട് പറയാം. അത് 16 പേരുടെ പേര് കേസുണ്ട് അന്ന്. അതുപോലെ തന്നെ നാണപ്പൻ കേസും 82 അന്ന് നടന്നതാണ്. അന്നും അത് 5 or 6 പേര് അതിൽ ബന്ധപ്പെട്ട ആളുകളുടെ പേര് കേസുണ്ടായിരുന്നു. ഈ കേസുകളെല്ലാം അന്ന് കോടതി വെറുതെ വിട്ടുപോയതാണ്. ഗവൺമെൻറ് അപ്പീലും കൊടുത്തു, അപ്പീലും തള്ളിപ്പോയതാണ് എന്നതാണ് സത്യമെന്നാണ്. ആ കേസാണ് ഇപ്പം വേറെ പുതിയ നിലയിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിച്ച് എന്നെ പ്രതിയാക്കി, ഇപ്പം ജയചന്ദ്രനെ പ്രതിയാക്കി, എൻ്റെ കൂടെ കുട്ടനെയും മദനെയും പ്രതിയാക്കി, AK ദാമോദരൻ തീരാ രോഗം പിടിച്ച് കിടക്കുന്ന ആ മനുഷ്യനെയും കൂടെ പ്രതിയാക്കി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അല്ല, ഇങ്ങനൊരു കേസ് ഉണ്ടെന്നുള്ളതും ഇനിയിപ്പോൾ ഈ വിചാരണ നടപടികൾ വരാൻ പോകുന്നു എന്നുള്ളതൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ തലയുടെ മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിന് എനിക്ക് അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. അത് തന്നെ, ഒരു ചിന്തയില്ല. എനിക്കൊരു കൂസലുമില്ല ഈ കാര്യത്തിൽ. കാരണം അഞ്ചേരി ബേബി കേസ് നടക്കുമ്പം ഞാൻ 13 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ കൽക്കട്ടയിലെ മിഡ്നാപൂരിലായിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സമ്മേളനമായിരുന്നു. 10-13 ദിവസത്തെ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമിഴ്നാട്ടിൽ വന്നപ്പോഴാണ്, ബോഡി വരുമ്പോഴാണ് 2-3 ദിവസം മുമ്പ് ഇങ്ങനെ സംഭവം നടന്നു അറിയുന്നു. ഞാനും OG മദനും വന്നില്ല. ഞങ്ങൾ 2 പേരും ജനാർദ്ദനും കൂടിയായിരുന്നു മിഡ്നാപൂരിൽ പോയത്. ഇതാണ് ശരി. അതുപോട്ടെ, ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല. അല്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ദാക്ഷിണ്യവും ഒരു പ്രശ്നവും ഇല്ല, ഒരു പേടിയില്ല. എന്തിന് അന്നത്തെ കേസിലെ 2ാം പ്രതി, അഞ്ചേരി ബേബി കേസ് യഥാർത്ഥത്തിൽ പറഞ്ഞ അത് പ്ലാൻ ചെയ്ത ആൾ, അയാളുടെ മൊഴി വെച്ച് എന്നെ എങ്ങനെ ശിക്ഷിക്കും? അയാളുടെ മൊഴി എങ്ങനെ, ഏത് കോടതി ശിക്ഷിക്കും? അയാളുടെ മൊഴി ഏത് കോടതി സ്വീകരിക്കും? എനിക്ക് ജാമ്യം തന്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പാപദാസ് ചോദിച്ചല്ലോ, ഈ 2ാം പ്രതി, അന്നത്തെ കൊലക്കേസിലെ 2ാം പ്രതിയായ മോഹൻദാസിൻ്റെ മൊഴി ഏതെങ്കിലും കോടതി വിശ്വസിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടല്ലോ കോടതിയിലെ കേസിൻ്റെ വാദം നടക്കുമ്പം. എനിക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ എന്തിനു ഭയപ്പെടണം? ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ എന്തിന് എനിക്ക് എന്ത് ഭയപ്പാട്? മണിയാശൻ പറയുന്നു, മണിയാശൻ ഈ നിങ്ങൾ മനസ്സിലാക്കിക്കോ, രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടല്ലോ. അതുകൊണ്ട് ജോർജ് ഇവിടെ ഈ അഞ്ചേരി ബേബിയുടെ സഹോദരൻ പറയുന്നത് ഈ കേസ് മുഴുവൻ അട്ടിമറിക്കാൻ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ്. അങ്ങനെയാണ് അത്ര ജയചന്ദ്രനും AK ദാമോദരനും പോലുള്ളവർ ഈ കേസിന്റെ ഭാഗമായിട്ടും അവർ പ്രതി ചേർക്കപ്പെടാതിരുന്നത് എന്നാണ് സഹോദരൻ പറയുന്നത്. അത് അയാളന്ന് ജനിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയം. 34 വർഷം മുമ്പ് ജനിച്ചായിരിക്കും, വല്ല കുഞ്ഞായിരിക്കും, ഇള്ളാപ്പള്ളയായിരിക്കും. പുള്ളിക്ക് ഇതേപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. ചുമ്മാ സഹോദരനായതുകൊണ്ട് വിവരം ഉണ്ടാവണമെന്നുണ്ടോ ഈ കേസിനെ പറ്റി? സഹോദരനാണ്, അപ്പനും അമ്മയാണ്, അമ്മ തന്നെയാണ് പ്രസവിച്ചത്, അതെല്ലാം ശരി. അതുകൊണ്ട് ഇതേപ്പറ്റി വിവരം ഉണ്ടാവണമെന്നുണ്ടോ? പുള്ളിയും കോൺഗ്രസിൻ്റെ കൂടെ അവരുടെ കൂടെ കൂടിയിരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. പുള്ളിയും കോൺഗ്രസ്സാണ്. ഇപ്പം പിന്നെ CPIക്കകത്ത് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞത് ഈ 2012 പ്രസംഗത്തിൻ്റെ പേരിൽ ഇപ്പോൾ വിഷമമൊന്നുമില്ല. ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഗവർണർ എന്താണ് മണിയാശാൻ ഉപദേശിച്ചത്? പ്രസംഗമൊക്കെ സൂക്ഷിച്ച് പ്രസംഗിക്കണമെന്ന് പ്രതികരിച്ചു കേട്ടോ. അത് ശരിയാ, ഞാനതിന് ശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പം ഗവർണർക്കും എന്നെ അറിയാം. അങ്ങേര് ജഡ്ജിയായിരിക്കുമ്പോഴേ എൻ്റെ കേസ് സുപ്രീം കോടതി ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ്. അത് അദ്ദേഹം പിന്നെ ചീഫ് ജസ്റ്റിസായി. എനിക്ക് ആദരവുള്ള ആളാണ് അദ്ദേഹം. അല്ല, അപ്പോൾ മണിയാശൻ എന്താ എന്നോട് സതുദ്ദേശം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മണിയാശൻ എന്ത് പറഞ്ഞു ഗവർണറോട്? ഞാൻ അങ്ങനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതെല്ലാം ശരി തന്നെ. അപ്പോൾ മണിയാശൻ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.